السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد، فأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി സമസ്തയെ ബഹുമാനിച്ച്, ബഹുമാനപ്പെട്ട സമസ്തയെ ആദരിച്ച് സ്നേഹിച്ച് അതിന് കീഴിൽ ഇവിടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമുർ റഹീമായ റബ്ബ് മുവഫ്ഫഖീങ്ങളായ സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സമസ്തയെ സ്നേഹിച്ച് അതിനു കീഴിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു നിഅമത്താണ്, വലിയൊരു തൗഫീഖാണ് എന്ന് മനസ്സിലാക്കി നാം ശാകിരീങ്ങളായി മാറുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഈ പരിപാടിക്ക് ഇങ്ങ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് കല്യാണത്തിന് പോകാൻ വേണ്ടി പുതിയൊരു ഷർട്ട് ധരിക്കുകയാണ്. ഷർട്ടിൻ്റെ വലത് കൈ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഷോക്ക്ഡായി ആൾ നിൽക്കുകയാണ്. അതുവരെ ഭാര്യയോട് തമാശ പറഞ്ഞ്, ഭാര്യയോട് കുടുംബകാര്യങ്ങളൊക്കെ തമാശ രൂപേണ സംസാരിച്ച് പങ്കുവെച്ച് വിറ്റടിച്ചു കൊണ്ടിരിക്കെ കല്യാണത്തിന് പോകാനുള്ള തിരക്കിൽ പുതിയൊരു ഷർട്ട് ഇങ്ങനെ ഇടുമ്പോൾ, ധരിക്കാൻ ഒരുമ്പെടുമ്പോൾ പെട്ടെന്ന് ഷോക്കഡായി. ഇത് കണ്ടപ്പോൾ പെണ്ണുങ്ങൾ, നിങ്ങളെന്താ ഒരു ഷർട്ട് ഇടാൻ പോലും വയ്യേ എന്ന് തമാശക്ക് ഭർത്താവിനോട് ചോദിക്കുകയാണ്. വാസ്തവത്തിൽ ഇയാൾക്കൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇയാൾക്ക് സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ സുഹൃത്തിൻ്റെ സുഹൃത്ത് വിളിക്കുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ നിഅമത്തിനെ കുറിച്ച് ആദ്യം പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് ഈ പരിപാടിക്ക് വരുമ്പോൾ ഷർട്ട് ധരിച്ചത് നമ്മൾ തന്നെയാണ്. അൽഹംദുലില്ലാഹ് എന്നൊന്ന് പറഞ്ഞാളി. അതിന് തൗഫീഖ് കിട്ടാത്ത ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നത് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഒന്നും വരാത്തത് കൊണ്ടാണ്. നമ്മുടെ കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ലിവറിന് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ നാഡീ സംവിധാനങ്ങൾക്ക് കുഴപ്പം വന്നിട്ടില്ല, നമുക്ക് സ്ട്രോക്ക് വന്നിട്ടില്ല. ബിനിഅമത്തില്ലാഹ്. അതുകൊണ്ടാണ് സ്വസ്ഥമായി ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യക്കൊന്നും സംഭവിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്. നമ്മുടെ കുട്ടി കോണിമെന്ന് വീണിട്ടില്ല, അൽഹംദുലില്ലാഹ്. നമ്മുടെ അനുജൻ ആക്സിഡന്റ് ആയിട്ടില്ല, അൽഹംദുലില്ലാഹ്. റബ്ബിന്റെ നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കുക, ശാകിരീങ്ങളിൽ ഉൾപ്പെടുക. ഷാക്കിരീങ്ങളിൽ ഉൾപ്പെടാൻ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീൻ.
അപ്പൊ നമ്മൾ നിർബന്ധമായും നമ്മുടെ ആദർശത്തിന്റെ വേര് ഊന്നിക്കിടക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ബഹുമാനപ്പെട്ട സമസ്ത, അതിൽ നിൽക്കാൻ കഴിയുക എന്ന ഏറ്റവും വലിയ നിഅമത്തിന് ശാകിരീങ്ങളായി മാറണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അവന് ഏകദേശം ഒരു 1.5 കോടി, 2 കോടിയുടെ അടുത്ത് വരും വില വരുന്ന ഒരു വീട് വെച്ചു. വലിയ ധനാഢ്യനാണ്, അള്ളാഹു ധാരാളം നിഅമത്ത് കൊടുത്തൊരു വ്യക്തിയാണ്. വലിയ വീട് തന്നെ വെച്ചു. അങ്ങനെ വലിയ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് അതിന്റെ കുടിയിരിക്കൽ കർമ്മം അതൊക്കെ നടന്നു. പക്ഷെ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, 2 ആഴ്ച ആയല്ലോ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട്, ഇതുവരെ ശരിക്കൊന്ന് ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഉറക്ക് കിട്ടുന്നില്ല. ആലോചിക്കണം, 2 കോടിയോളം വില വരുന്ന വീടാണ്. ബെഡ്റൂമൊക്കെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെ വിശാലമാണ്. വലിയ സെറ്റപ്പിലാണ് എല്ലാം ഉള്ളത്. പക്ഷെ 2 ആഴ്ചയായിട്ടും ഉറക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മൗലിദൊക്കെ നടത്തിയില്ലേ? കാരണം എല്ലാ തട്ടുമുട്ട് വണ്ടിയും വലിയും ഒഴിവാകാനാണ് മൗലിദ്, അതിനാണ് ഖുത്ബിയത്ത്, അതിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ചര്യകളും ചിട്ടകളും നിഷ്ഠകളും. അതൊക്കെ ചെയ്തില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് ഉറക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, പങ്കെടുക്കേണ്ട, നിർബന്ധമായിട്ടും ആ ഹൗസ് വാമിങ്ങിൽ പങ്കെടുക്കേണ്ട ആരെങ്കിലും പങ്കെടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാവരും പങ്കെടുത്തു. പക്ഷേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ്? ബാപ്പിമ്മയൊക്കെ കൂടിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ബാപ്പിമ്മയും കൂടിയിട്ടില്ല. എന്റെ വിഷയം ഇതായത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം തന്നെ ഉദ്ധരിച്ച് നിങ്ങളോട് സംവദിക്കുന്നത്. ബാപ്പിമ്മയും കൂടിയിട്ടില്ല. ഹൗസ് വാമിങ്ങിന് വാപ്പിമ്മയും കൂടിയിട്ടില്ലേ? ഇല്ല ഉസ്താദേ. അതെന്തേ? അത് എൻ്റെ ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അവരേറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ക്വാർട്ടേഴ്സിൽ ഒറ്റക്ക് പാർക്കുകയാണ്. അപ്പൊ പിന്നെ കുടിയിരിക്കലിനൊക്കെ നന്നായിക്കോളും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ക്ഷണിക്കാൻ പോയി. അപ്പോ എൻ്റെ ഭാര്യയെ കണ്ട പാടെ എൻ്റെ അമ്മ ഇങ്ങോട്ട് ചാടി. അയാൾ പറഞ്ഞ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് അങ്ങ് സ്ട്രോങ് ആയി. ഓ ജിപ്പോ ഇങ്ങോട്ട് വരികയാണോ എന്നൊരു ശൈലിയിൽ അങ്ങ് സംസാരിച്ചു. അപ്പൊ എൻ്റെ ഭാര്യ പെട്ടെന്ന് എടുത്തു ചാടുന്നൊരു പ്രകൃത. ഭാര്യ പറഞ്ഞു, ഞാൻ കുടിയിരിക്കലിന് ക്ഷണിക്കാൻ വന്നായിരുന്നു, ഇനി മാണെങ്കിൽ വന്നാൽ മതിയായിരുന്നു. അതോടുകൂടി 2 ബ്ലോക്കായി. അങ്ങനെയാണ് ഉസ്താദെ അവർ പങ്കെടുക്കാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. നാട്ടുകാരെയും അതിൻ്റെ അപ്പുറമുള്ളവരെയും ഒക്കെ വിളിച്ചിട്ട് കുടിയിരിക്കലടത്തി. ഇവർ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, മോനെ ഒരു നിവൃത്തിയില്ല, ആ ബാപ്പാനി ഇമ്മാനി ആ വീട്ടിൽ എത്തിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ എന്നല്ല അവിടെയും സുഖം കിട്ടൂല. പിന്നിപ്പം എന്താ കാട്ട്? ബാപ്പ അങ്ങോട്ട് ചാടും പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഫ്രണ്ട്ലി ഞാൻ അവനോട് ചോദിച്ചു, വാപ്പാക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു, കിലോന് കുറച്ച് വില ഒക്കെ ഉണ്ട്, എന്നാൽ അത് 2 കിലോ വാങ്ങിക്കോ. അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണെങ്കിൽ 2 കിലോ വാങ്ങി അങ്ങോട്ട് പോയി പച്ച മലയാളത്തിൽ പറഞ്ഞ സോപ്പിട്ടാള് രക്ഷയില്ല. പൊരുത്തം കിട്ടേണ്ടവരിൽ നിന്ന് പൊരുത്തം കിട്ടൽ നിർബന്ധമാണ്. അവരുടെ റിള കിട്ടണം, അല്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവൂല. ഞാൻ ഈ റൂട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോ, വിങ്സുകളെ കുറിച്ച് സംസാരിക്കുമ്പോ നിർബന്ധമായിട്ടും ഈ അടിസ്ഥാന ബോധം നമ്മളിൽ ഉണ്ടാകണം. മാതാപിതാക്കളുടെ ഗുരുത്വം, അവരുടെ പൊരുത്തം, അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഇവൻ ഒരു 2 കിലോ അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ട് ബാപ്പാന്റെ അടുത്തേക്ക് ചെന്ന് ഇതവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് കരഞ്ഞു. പാ പൊരുത്തപ്പെടണം, എന്റെ ഭാര്യന്റെ അടുത്താണ് മുഴുവൻ തെറ്റും, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഭാര്യ അങ്ങ് കരഞ്ഞു. കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാക്കിയെങ്കിലും കരണം എന്നാണ്. ചിലയിടത്തെ കരയേണ്ടിടത്ത് കരയിൽ ഇങ്ങോട്ട് വന്നില്ല, എന്നാ ബുദ്ധി ഉണ്ടാക്കിയെങ്കിലും കരണം എന്നാ.
പെണ്ണങ്ങ് കരഞ്ഞു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കരച്ചിലപ്പോ വന്നു. അപ്പൊ ഈ 2 കരച്ചിലും കൂടെ അപ്പൊ പെണ്ണുങ്ങളല്ലേ ഉമ്മ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊക്കെ സോൾവായി. അന്ന് തന്നെ ഇവര് വന്നു പാർത്തു. ഇവൻ എനിക്ക് കോൾ ചെയ്തു, ഉസ്താദേ ഉറക്ക് കിട്ടി. ചിന്തിക്കുക, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടക്കലിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നത്, എൻ്റെ ഒരു പേഷ്യന്റ് ഞാൻ ശസ്ത്രക്രിയ ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഒരു നോർമൽ സക്സസ്ഫുൾ ഓപ്പറേഷനാണ്, നോർമൽ ശസ്ത്രക്രിയയാണ്, യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ അതിൻ്റെ ഒരു പൊറുതേട് ഉണ്ടാകും. പക്ഷെ 2-3 ദിവസമായിട്ടും ഇയാൾക്ക് ഉറക്ക് കിട്ടുന്നില്ല. അപ്പോ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഭാര്യ ഡോക്ടർ പറയാണ്, എന്നോട് പറഞ്ഞു ഇയാൾക്ക് ഉറക്ക് കിട്ടണില്ലല്ലോ, എന്താ സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളൊന്ന് നോക്കി എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞത്രേ, ഏയ് അതിൻ്റെ ഒന്നും പ്രശ്നമില്ല, വളരെ സക്സസ്ഫുൾ ആയി ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, നോർമൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷനുമാണ്, എന്തിനാ അതിന് പേടിക്കുന്നത്? അപ്പൊ എത്ര വെറുതെ ഗുളി കൊടുക്കാൻ പറ്റില്ലല്ലോ, എത്ര അവലോകനം നടത്തിയിട്ടും എത്ര ചിന്തിച്ചിട്ടും ഡോക്ടർക്ക് പിടികിട്ടുന്നില്ല എന്താണ് ഉറക്ക് നഷ്ടമാകാനുള്ള കാരണം. അങ്ങനെ ഇയാളോട് ഇങ്ങനെ സംസാരിച്ചത്രേ, രോഗിയോട്. അപ്പോ ഈ ഡോക്ടർ പറയാണ്, രോഗി ഡോക്ടറോട് പറഞ്ഞു, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പൊ ഈ രോഗി പറഞ്ഞത്രേ, ഞാൻ ദിനേന എൻ്റെ മാതാപിതാക്കളുടെ ഖബറിങ്ങ പോകുന്ന ആളാണ്. ഈ ഡോക്ടർ മറ്റൊരാശയക്കാരനാണ്, നമ്മുടെ ആശയത്തിലുള്ള ആളല്ല. ആ ഡോക്ടറോടാ പറയുന്നത്, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഖബറിങ്ങൽ ദിനേന പോയി സിയാറത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ 4-5 ദിവസം ആ സിയാറത്ത് മുടങ്ങിയ ഒരു ടെൻഷൻ, എനിക്ക് ഭക്ഷണം പ്രശ്നമില്ല, എനിക്ക് വെള്ളം പ്രശ്നമില്ല, എനിക്കൊന്നും പ്രശ്നമില്ല, എൻ്റെ അപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിങ്ങെത്തണം, അത് മുടങ്ങിയൊരു അസ്വസ്ഥത എനിക്കുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് തന്നെ കാരണം, ബാപ്പയും ഉമ്മയുമായിട്ടുള്ള ബോണ്ട്, ആ ബോണ്ട് അതിന്റെ ഡെപ്ത് കാരണം ഈ വ്യക്തിയുടെ ഉറക്ക് നഷ്ടപ്പെട്ടതാണ്, രോഗമല്ല, അതൊരു സൈക്കോ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ആ കുടുംബത്തെ സമാധാനിപ്പിക്കുകയാണ്. അത് മാറിക്കോളും. അതങ്ങനെ സമാധാനിപ്പിക്കുക മാത്രമല്ല, ഈ വിഷയം ഡോക്ടർ വീഡിയോ ചെയ്തു. അദ്ദേഹം അതിൽ പറയുന്നത്, ഖബർ സിയാറത്ത് എനിക്ക് യോജിപ്പില്ല, പക്ഷെ ഇതൊരു വല്ലാത്ത സംഭവം തന്നെ, ഈ ബോണ്ട് ഒരു വല്ലാത്ത എന്നെ ഞെട്ടിച്ച സംഭവം തന്നെ എന്ന് ആ ഡോക്ടർ വീഡിയോയിൽ പറയുന്നു. അതിന്റെ പേരാണ് ഇറ്റ് ഈസ് കോൾഡ് റിയൽ ബോണ്ട്, യഥാർത്ഥത്തിലുള്ള ബന്ധം. ഇപ്പോ കുറച്ചു മുമ്പ് അൻസിൽ എന്ന് പറയുന്ന ഒരു 16 വയസ്സുകാരൻ, ബ്രിട്ടിൽ ഡിസീസ്, ഈ ബോൺസ് എല്ലുകൾ പെട്ടെന്ന് വീണാൽ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അസുഖം, ഇതിന്റെ പേരാ ബ്രിട്ടിൽ ഡിസീസ്. നമുക്കൊക്കെ അള്ളാഹുവിന്റെ നിയമത്ത് കൊണ്ടൊന്ന് വീണാല് ഒന്നും സാധാരണഗതിയിൽ സംഭവിക്കുന്നില്ല. എന്നാൽ ആ ഹെൽത്ത് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കുട്ടി. ഈ കുട്ടി വീണാൽ കൈ പൊട്ടും, കാല് പൊട്ടും, നട്ടലിന് പ്രശ്നം വരും, ഇങ്ങനെ നിരന്തരം ശസ്ത്രക്രിയകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാ. ഈ കുട്ടിക്ക് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബത്ത, ആഴത്തിലുള്ള മഹബത്താണ് മദീനയോട്. മക്കയിലെത്താനുള്ള പ്രേമം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമാണ്. ഈ വ്യക്തി എന്നും പറയും, ഈ കുട്ടി എന്നും പറയും, ഞാൻ എന്നാണ് ഇവിടുന്ന് പോവാന്ന് പറയാൻ പറ്റൂല, എനിക്ക് ഈ അസുഖമുള്ള ആളാണല്ലോ, എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് മദീനയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിലെന്ന് ഈ കുഞ്ഞ് എന്നും പറയുമത്രേ. അങ്ങനെ എല്ലാവരും സഹായിച്ച് വല്ലിപ്പയും വല്ലിമ്മയും ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഉംറക്ക് പോയി. മക്കയിലെത്തി ഉംറ ചെയ്തു. ശേഷം മദീനയിലേക്ക് വന്നു. മദീനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിന്റെ മഹബത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രകാശനം നിർവഹിച്ച് അവിടെ സിയാറത്ത് നടക്കുകയാണ്. ആ കുഞ്ഞ് പൊട്ടിക്കരഞ്ഞ് മനമില്ലാ മനസ്സോടെ റൗലയിൽ നിന്ന് ഉറങ്ങാനായി തന്റെ റൂമിലേക്ക് വരികയാണ്. തന്റെ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി നട്ടപ്പാതിരക്ക് വന്നു. 3:30 വീണ്ടും എണീറ്റിട്ട് വല്ലിപ്പയെയും വല്ലിമ്മയെയും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നാട്ടിക്ക് ഉമ്മാനായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? എന്താ മോനെ, ഈ നട്ടപ്പാതിരക്ക് ഒന്ന് നേരം വിളിത്തോട്ടെ, എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. അപ്പോ എങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഈ കുട്ടി വുദുണ്ടാക്കി ബെഡിലങ്ങ് കിടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടങ്ങ് കിടക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് ഈ വല്ലിപ്പയോടും വല്ലിമ്മയോടും ഈ അൻസിൽ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു,
എൻ്റെ ഉമ്മാനോടൊന്ന് പറയണം ഞാൻ അള്ളാഹുവിലേക്ക് പോയിട്ടുണ്ടെന്ന്. അതും പറഞ്ഞ് കെലിമയും ചൊല്ലി ആ കുട്ടി ബെഡിൽ കിടക്കുകയാണ്. കുട്ടി റബ്ബിലേക്ക് യാത്ര പോവുകയാണ്. അതിന്റെ പേരാണ് ബോണ്ട്സ്. എന്റെ അവസാനത്തെ നിമിഷമാണ്. എന്റെ ഉമ്മയോടൊന്ന് പറയണം ഞാൻ റൗള സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബറിങ്ങൽ പരിശുദ്ധ ഹുജ്റ ഷരീഫയിൽ ഞാൻ നിന്നിട്ടുണ്ട്, ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആവോളം ആ പച്ചക്കുബ്ബ കണ്ടു കൺകുളിർമയിൽ ഞാൻ എൻ്റെ റൂമിലെത്തി. ഇനി അള്ളാഹുവിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് എൻ്റെ ഉമ്മയോട് നിങ്ങളൊന്ന് പറയണം എന്ന് വല്ലിപ്പയോടും വല്ലിമ്മയോടും വസിയത്ത് ചെയ്ത് ആ കുട്ടി റബ്ബിലേക്ക് യാത്ര പോയപ്പോ മദീനയിലെ അറിയപ്പെടാത്ത ഈ വ്യക്തിയെ നേരിട്ടറിയാത്ത ആളുകൾ പോലും വന്നിട്ട് ഈ മയ്യത്തിനെ ചുംബിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിന്റെ പേരാണ് ബോണ്ട്സ്. ഇതാണ് ആഴത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു സംഭവം നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു വ്യക്തിയെ മകൻ ചവിട്ടിയത്രേ. ഒരു ബാപ്പാനെ മകൻ ചവിട്ടിയത്രേ. എന്താ പ്രശ്നം? സ്വത്തിന്റെ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ മേലും പറഞ്ഞിട്ട് മോൻക്ക് ചൂടായി. ബാപ്പാൻ ഒരൊറ്റ ചവിട്ട്. ഈ കിക്കിൽ, ഈ ചവിട്ടിൽ ബാപ്പ തെറിച്ച് റോട്ടുമക്ക് പോയത്രേ. റോഡ് സൈഡിൽ നിന്നാ ചർച്ച. ബാപ്പ തെറിച്ചങ്ങ് പോയി. റോട്ടുമ്മലെത്തി ബാപ്പ. മോന്റെ ഒരൊറ്റ ചവിട്ടിന് ബാപ്പ റോട്ടുമ്മല. അതില് ബാപ്പ റോട്ടുമ്മ കിടന്ന് ചിരിച്ചാണത്രേ. ഭയങ്കര ചിരി. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി ഇതെന്താ കാക്കങ്ങളെ കഥ? മോന്റേക്കൊന്ന് ചവിട്ട് കുടുങ്ങിയത് പോട്ടെ, റോട്ടുമ്മലെത്തി അവിടെ കിടന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് മാനസികമായോ? അതിൽ ഈ ബാപ്പ പറയണല്ല, ഞാൻ എൻ്റെ പാനെ ചെറുതായിട്ടൊന്ന് തള്ളീന്ന്. അതിനാണ് ഇപ്പൊ ഈ കിട്ടിയത്. റോട്ടുമ്മലെത്തി ഞാൻ. ഇനിയിപ്പൊ ഇജ്ജവിടെ എത്താന്ന് ആലോചിച്ചപ്പോഴേ എനിക്ക് ചിരി വന്നു. മനസ്സിലാണ്ടോ? ഇജ്ജവിടെ എത്തുന്ന ആലോചിച്ചപ്പോ എനിക്ക് ചിരി വന്നു. അപ്പോ നമ്മൾ ആലോചിക്കുക, ആഴത്തില് മാതാപിതാക്കളുമായിട്ടുള്ള ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പരിശുദ്ധ ഖുർആൻ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർക്ക് ഇഷ്ടപ്പെടാത്ത കോലത്തിലുള്ള ഒരു ഇമോജി, ഒരു ആക്ഷൻ, ഒരു നോട്ടം, ഒരു ഇടപെടൽ, ഒരു വാക്ക്, ഒരു ചലനം, അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നിശ്ചലനം, അതും പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് ചൂടാകരുത്, ദേഷ്യപ്പെടരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്. മോനെ മൊബൈലൊന്ന് എടുത്തു വെക്ക്, മോനെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഇതൊന്ന് അങ്ങോട്ട് മാറ്റിവെക്ക് എന്ന് ബാപ്പയും ഉമ്മയും സ്നേഹബുദ്ധിയ ഉപദേശിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് കഥയില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് ബാപ്പയെ പരിഹസിക്കല്ല മോനെ. പരിശുദ്ധ ഖുർആനാ പറയുന്നത് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. എടാ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ഒരു യൂട്യൂബില് എന്തോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കത് അസ്വസ്ഥതയാണ്. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരൽ. ബാപ്പ അങ്ങനെ ടേബിളിൽ കാത്തിരിക്കണം, ഉമ്മ അങ്ങനെ ഇരിക്കണം. ചോറേക്കാൻ വാടാ എന്ന് പറയുമ്പോ ഇത് വരണേന്ന് നമ്മളെ കൊണ്ട് കുടുങ്ങിയല്ലോ. പറഞ്ഞു പോകരുത് മോനെ. അവരോട് നിങ്ങള് ഗൗരവത്തിൽ സംസാരിക്കരുത്. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഒന്നും മിണ്ടാതൊക്കെ പറ്റൂല. ഡീസന്റായ വർത്താനം അവരോട് നിങ്ങൾ പറയണം. അവർക്ക് എന്താണോ ആശ്വാസം നൽകുന്ന സംസാരം അത് നിങ്ങൾ അവരോട് പങ്കുവെച്ചുകൊണ്ടിരിക്കണം, അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ബാപ്പാനി മനം വെറുപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പോ ഒരു 6 മാസം മുമ്പ് എൻ്റെ പരിചയത്തിലൊരാൾ, അയാള് ഗൾഫിൽ നിന്ന് വരാനാകുമ്പോ എപ്പോഴും വിളിച്ചു ചോദിക്കും. ദുബായിലാണ്. വരാനാകുമ്പോ എപ്പോഴും വിളിച്ചു ചോദിക്കും, എന്താ വേണ്ടത്? ബാപ്പാനോടും ഉമ്മാനോടും ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അപ്പൊ ഈ മോന് ബാപ്പിയും ഇപ്പൊ എന്താ പറയാ, ഒന്നും വേണ്ട മോനെ, എജ്ജ എങ്ങനെയെങ്കിലും എത്തി കിട്ടിയാൽ മതി എന്നാ സാധാരണ പറയില്ലേ. അപ്പൊ ഒന്നും കൊണ്ടുവരേണ്ടി വരൂല. പിന്നെ മക്കളും പെണ്ണുങ്ങളുമാണ് എന്തെങ്കിലും പറയാ. അപ്പൊ ആ പ്രതീക്ഷയാ ചോദിക്കുന്നുണ്ട് ബാപ്പാനോട്. എല്ലാ പ്രാവശ്യം ചോദിക്കും, ബാപ്പാ എന്തേലും വേണോ? അപ്പൊ ബാപ്പ ഒന്നും വേണ്ട മോനെ, എജ്ജ എങ്ങനെ എത്തി കിട്ടിയാൽ മതി. ഉമ്മാനോട് ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്താണി. അപ്പൊ ഉമ്മ നിങ്ങൾക്ക് എന്തേലും വേണോ? എനിക്കും വേണ്ട മോനെ, എങ്ങനെയെങ്കിലും ഇജ്ജൊന്നും എത്തിക്കിട്ടാ, എന്നൊന്ന് കണ്ടാ മതിയടാ. ഇതാണ് സ്ഥിരമായിട്ട് വാപ്പിയമ്മയും പറയല്. ഇപ്രാവശ്യം ഈ 6 മാസം മുമ്പ്
ഓന് ദുബായിൽ നിന്ന് വിളിച്ചപ്പോൾ ബാപ്പ പറഞ്ഞ്, എടാ എപ്പോഴും ഞാൻ അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറയലാണ്, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പൂതിയുണ്ട്, കുറെ കാലമല്ലേ ദുബായിൽ, എനിക്ക് റാഡ വാച്ച് മരിക്കണതിന് മുമ്പ് കെട്ടണമെന്ന് പൂതിയുണ്ട് കാരണം. റാഡ വാച്ചിന് 50,000 റുപ്യ 60,000 റുപ്യ 70,000 റുപ്യ 1.5 ലക്ഷം വില ഉണ്ട്. ഇവന്റെ അകത്തറച്ചികൾ തട്ടി എന്നും ഇങ്ങനെ ചോദിക്കണ്ട്, ഫോർമാലിറ്റിക്കാ ചോദിക്കണ്ട്. ബാപ്പ വാണ്ടാച്ചിങ്ങോട്ട് പോരാ, എന്നെ കാണാൻ പൂതിന്ന് പറയുന്നു പ്രതീക്ഷിച്ചിട്ടാ ചോദിച്ചത്. അപ്പൊ ഇതില് ബാപ്പ പൊട്ടിച്ച്. എന്താ പൊട്ടിച്ചത്? കുറെ കാലയുടെ റാഡോ വാച്ച് കെട്ടണമെന്നൊരു പൂതി ജായറ്റുണ്ട് വാറ. അതിലിവന് ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച്, പിന്നെ അവനെ വലിയ വർത്താനൊന്നുമില്ല, പിന്നെ ഒരു കോളും ഇല്ല. പിന്നെ ഓങ്ങോട്ട് വന്ന് പെരീക്കൊണ്ട് വന്നപ്പോ കരിപ്പൂർക്ക് ഇവിടെ എല്ലാരും കൂടി പോയപ്പോ വാപ്പാനും കൊണ്ടേക്കണേ. കരിപ്പൂരിൽ തന്നെ ബാപ്പ ചോദിച്ച് റാഡ വാങ്ങിയാന്ന്. ഇവനൊരു തിരിച്ചില്, ബാപ്പ അതിനൊക്കെ വില കൂടിക്കണേ, പണ്ടത്തെ വില അല്ല. എന്തേലും ഒന്ന് പറയണ്ടേ? ബാപ്പ ഒന്നും ഉണ്ടില്ല, അങ്ങോട്ട് പോന്നു. 3-ാമത്തെ ദിവസം ആ ബാപ്പ മരിച്ചുപോയി. 3-ാമത്തെ ദിവസം ആ ബാപ്പ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇവൻ പിന്നെ ഇപ്പൊ അയാൾ ഗൾഫ് നിർത്തിക്കാൻ ടെൻഷനായിട്ട് ഗൾഫ് നിർത്തി. എനിക്ക് ഗൾഫ് വേണ്ട, ഒന്നും വേണ്ട, ഇനി എന്താ ഞാൻ കാട്ടേണ്ടത്? എന്നോട് ഈ സുഹൃത്ത് ചോദിക്കാണ്, ഞാൻ ആർക്കാണ് ഉസ്താദെ റാടഞ്ഞ് കൊടുക്കേണ്ടത്? ആ കബറിങ്ങ് കൊണ്ടുപോയി വെക്കേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സഹോദരങ്ങളെ ആലോചിക്കുക, ബാപ്പാനിമാനും വെറുപ്പിക്കാതിരിക്കുക. അവരെ പൊരുത്തം എന്ന് പറയുന്നത് ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ. അത് വലിയ സംഭവമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ വേരും ശാഖയും എല്ലാം അതാണ്. അവരിലൂടെ സുന്നത്ത് ജമാഅത്ത്. ഇപ്പോ ഞാനിപ്പോ ഇനി വൈകി വീട്ടിലെത്തിയാലും ചോറ് എടുക്കുക എന്ന് എന്റെ ഭാര്യയോട് ഞാൻ പറയുമ്പോ ഉമ്മ പറയും മൗലിദോത് എന്നിട്ട് ചോറ്. ഇന്നോട് ഇന്നലെ ഞാൻ പാതിരയക്കണ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ അപ്പൊ ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ എത്തി ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോ ഇങ്ങോട്ട് എണീറ്റു. ഉമ്മ വയ്യാത്ത ഉമ്മയാണ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഉമ്മ ഇങ്ങോട്ട് പൊന്തിയിട്ട് ജിന്ന് മൗലൂദോതി ചോദിച്ചു. ഞാൻ വയലിൽ കഴിഞ്ഞ് ഉമ്മ വരികയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞതാ. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു പോയി, ജിന്ന് മൗലൂദോതിയാ? എന്നും മൗലൂദോതണം. ഇപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ സമയമാണ്. അപ്പൊ റിഫായി മൗലിദ് ഓതണം. അതിന്റെ മുമ്പ് ജീലാനി മൗലിദ് ഓതണം. ഖദ്ദസല്ലാഹു അസ്റാറഹും. അപ്പൊ ഈ ബോണ്ട് ഉണ്ടല്ലോ. എന്നോട് ചിലർ ചോദിക്കാറുണ്ടേ, നിങ്ങളെങ്ങനെ ഈ തലപ്പാവ് ഇങ്ങനെ കണ്ടീഷനായിട്ട് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം തലപ്പാവുള്ളൂ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ചോദിച്ചിട്ടുണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തുണി ഉടുക്കാൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഉമ്മ പഠിപ്പിച്ച തലപ്പാവാ. ഇത് കെട്ടടാ, ഇത് കെട്ട് പറഞ്ഞിട്ട് ഒരു മുണ്ടെടുത്താണ് ഇങ്ങനെ കെട്ടി തരും. ഇപ്പോഴും പുറത്ത് കണ്ടിറങ്ങുമ്പോ തൊപ്പിടുമ്പോ എന്താ എനിക്ക് തലപ്പാവില്ലേ? ജി പിന്നെന്താ ഓതി പഠിച്ചത്? തലപ്പാവില്ലേ? അതവിടെ ഹെൽമെറ്റ് വെക്കുമ്പോഴും ചോദിക്കും തലപ്പാവ് വെച്ചാ പോരെ? നമുക്ക് ആ നിയമമൊന്നും അറിയില്ല. തലപ്പാവ് വെച്ചാ പോരെ? ഉമ്മ വണ്ടിയിലുണ്ട് തലപ്പാവ്. ഞാൻ പരിപാടിന്റെ അവിടുന്ന് കെട്ടിക്കൊണ്ട് ഹെൽമെറ്റ് വെക്കാൻ ഞാൻ പോലീസ് പിടിച്ചു. എന്നാ അവിടുന്ന് മറക്കണ്ടട്ടാ. സുന്നത്ത് ജമാഅത്ത് അവിടുന്ന് കിട്ടണം. സുന്നത്ത് ജമാഅത്തെ അവിടുന്ന് പോരണം. വിട്ടുവീഴ്ചയില്ലാത്ത ആദർശബോധം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. നമ്മുടെ വല്യപ്പമാർ, നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ ദ്വാരുന്നുണ്ട്, പടച്ചോനെ എന്റെ കുട്ടിനെ വഴിപിഴപ്പിക്കരുത്. പരിശുദ്ധ സമസ്തക്ക് കീഴിൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് കീഴിൽ എന്റെ കുട്ടിയെ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് അവരുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്, ഇജാബത്താണ്. സമസ്തയുടെ കൊടിക്ക് കീഴെ വിനീത വിധേയരായി നമ്മൾ ഈ അച്ചടക്കത്തോടെ വന്നിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു സദസ്സ്, ചെക്കന്മാര്, ഫുൾ ചെക്കന്മാരാ. ഈ ചെക്കന്മാര് അപ്പുറത്തിരുന്ന്, അതിന്റെയും അപ്പുറത്തിരുന്ന് മൊബൈലിൽ തോണ്ടിക്കളിക്കേണ്ട ടൈമാണ്. എത്രയോ സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിരന്തരം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ദീന് കേട്ടുകൊണ്ടിരിക്കുകയാണ്, സുന്നത്ത് ജമാഅത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, സമസ്തയെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു തൗഫീഖല്ലേ സഹോദരങ്ങളെ? ആലോചിച്ചു നോക്കൂ. അപ്പോ ആ തൗഫീഖിന്റെ ശ്രേണിയിലേക്ക് ചേർന്ന് നിൽക്കുക, ആ നിഅമത്തിന് നമ്മൾ ശാക്കിരീങ്ങളായി മാറുക. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് പല ഉടായ്പുണ്ടാവും. അത് കണ്ട് നമ്മൾ പേടിക്കണ്ട. അത് കണ്ട് ആ പല ഉടായ്പും പല ട്രിക്കുകളും ഉണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുപക്ഷത്ത് വന്ന ജ്യോത്സ്യന്മാർ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റുമുട്ടാൻ വന്ന
ജ്യോത്സ്യന്മാർ 80,000 ജ്യോത്സ്യന്മാർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കാണ്. അതാണ് മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹദി ഇമാമിന് കൊടിയെടുക്കാൻ ഒരാൾ മതിയെന്ന്. അത് വല്ലാത്ത വർത്താനാണ്, അത് ചെറിയ വർത്താനല്ല. മഹദി ഇമാമിന് ഈ കൊടി കൈമാറാൻ ഒരാൾ മതി. ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വിഷയമല്ല, അതൊരു ഗൗരവമുള്ള വർത്താനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരെ വന്നത് 80,000 ജ്യോത്സ്യന്മാർ, സാഹിര്യങ്ങൾ, ജാലവിദ്യക്കാർ. അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെട്ടു. അവിടെ പാമ്പായി ജനങ്ങൾക്ക് തോന്നുമാറ് ആ കോലത്തിൽ അവിടെ ജാലവിദ്യ അരങ്ങേറുകയാണ്. ഇത് കണ്ടപ്പോ ഒന്നോട്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ്, ശരിയായ ആദർശത്തിന്റെ പക്ഷത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ളത് 80,000 ജ്യോത്സ്യന്മാർ മാത്രമല്ല, അവരുടെ ഫാൻസ് അസോസിയേഷൻസ്. 80,000 ജ്യോത്സ്യന്മാർ മാത്രമല്ല, അവരുടെ ഫാൻസ് അസോസിയേഷനും എല്ലാവരോടെ കൂടിയിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാജയപ്പെടുന്നത് കാണാൻ. അങ്ങനെ അവരെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെടുകയാണ്. ആളുകൾക്ക് ഇത് പാമ്പായി തോന്നുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പേടി തോന്നി. പടച്ചോനെ, ഈ ഉഡായിപ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ, അതാ പേടി. ഈ ഉഡായിപ്പ് കണ്ടു പേടിച്ചതല്ല, ഈ ഉഡായിപ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. സമസ്തക്കെതിരെ വരുന്നവർ, സുന്നത്ത് ജമാഅത്തിനെതിരെ വരുന്നവർ പല ഉഡായിപ്പുകളുമായി വരുമ്പോ സാധാരണക്കാർ അവരുടെ കെണികളിൽ പെട്ടുപോകും. സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പല ട്രിക്കുകളുമായും പല മായാജാലങ്ങളുമായും വരുമ്പോ അതിൽ സാധാരണക്കാർ പെട്ടുപോകുമെന്ന പേടി നമ്മുടെ ഉസ്താദുമാർക്കുണ്ടാകും, നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു ഉള്ളിലൊരു ഒരു ആന്തല്, പടച്ചോനെ, ആൾക്കാരിത് കാണുമ്പോ അതാണ് ശരിയെന്ന് ധരിക്കുമോ? എന്റെ ഭാഗത്താണല്ലോ ഹക്കുള്ളത്, ഞാൻ റബ്ബിന്റെ ആളാണല്ലോ, ആളുകൾ തെറ്റിദ്ധരിക്കുമോ? ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നിയ ആ മൈക്രോ സെക്കൻഡിൽ അല്ലാഹു പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അലാ. മൂസാ അലൈഹിസ്സലാം, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തല്ലേ ശരിയുള്ളത്, നിങ്ങളുടെ ഭാഗത്തല്ലേ ആദർശമുള്ളത്, നിങ്ങളുടെ ഭാഗത്തല്ലേ സിറാത്ത് മുസ്തഖീമുള്ളത്, നിങ്ങളുടെ വാദമല്ലേ ശരി. പിന്നെ അവരെന്ത് തട്ടിപ്പ് കളിച്ചാലും നിങ്ങൾ എന്തിനു പേടിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഒരു ആത്മവിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. മഹാനായ കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു, അവരൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ദുന്യവിയായ യാതൊരു താല്പര്യവുമില്ലാതെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ ആ ശ്രേണിയിൽപ്പെട്ട പണ്ഡിതന്മാർ, അവരൊക്കെ അവസാനത്തെ പ്രസംഗത്ത് പറഞ്ഞെന്താ അറിയോ? സമസ്തന്റെ കൂടെ നിന്നോളീം. പല പരീക്ഷണങ്ങളും പല ബുദ്ധിമുട്ടുകളും പല ഫിത്നകളും വരും. സമസ്ത കൈവിടണ്ട, സമസ്തനെ പുച്ഛിക്കണ്ട, സമസ്തനെ വലിച്ചെറിയണ്ട. അത് നഷ്ടമാണ്, അത് തീരാ നഷ്ടമാണ്, തീരാ ദുഃഖമായി മാറും എന്നാണ് അവരൊക്കെ അവസാനമായി സംസാരിച്ചത്. ആ റൂട്ടിൽ ഉറച്ചു നിൽക്കാൻ അർഹമുർറഹീമായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വന്യരായ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, മഹാരഥന്മാരായ നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.